ഹരേ കൃഷ്ണ. നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും ചാനലിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണിത്. മാധവൻ, 42 വയസ്സ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഉറക്കമില്ലാതെ ചുവന്നിരിക്കുന്നു. ഒരു മലയോര ഗ്രാമത്തിലെ വാടക വീടിൻ്റെ വരാന്തയിൽ ഇരുന്ന് അവൻ ശൂന്യതയിലേക്ക് നോക്കി. വീടിനുള്ളിൽ അവൻ്റെ ഒരേ ഒരു സമ്പത്തായ 8 വയസ്സുകാരി മകൾ ശ്വാസമെടുക്കാൻ പാടുപെടുകയാണ്. നെഞ്ചിൻ കൂടെ വല്ലാതെ പിടയുന്നുണ്ട്. നാളെ രാവിലെയോടെ എറണാകുളത്തെ ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞത് മാധവൻ്റെ കാതുകളിൽ വീണ്ടും വീണ്ടും മുഴങ്ങി. ഒരു ഓപ്പൺ ഹാർട്ട് സർജറി, അതാണ് വേണ്ടത്. ഉള്ള കിടപ്പാടം പണയപ്പെടുത്തി ബന്ധുക്കളുടെ കാല് പിടിച്ചു. ഭാര്യയുടെ താലിമാല വരെ വിറ്റിട്ടും 1 ലക്ഷം പോലും ആയില്ല. രാവിലെ 8 മണിക്ക് മുമ്പ് പണം കെട്ടിവെച്ചില്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ. അവൻ മുഖം പൊത്തി കരഞ്ഞു. പക്ഷേ ആ രാത്രി പിന്നിട്ടാൽ തൻ്റെ ലോകം അവസാനിക്കുമെന്ന് കരുതിയ മാധവൻ അപ്പോൾ അറിഞ്ഞില്ല അന്ന് രാത്രി അവനെ തേടി വരാൻ പോകുന്നത് ആരാണെന്ന്. രാത്രി 11 മണി. പെട്ടെന്നാണ് മാളുവിൻ്റെ അവസ്ഥ വഷളായത്. അവൾക്ക് ബോധം നഷ്ടപ്പെട്ടു. മറ്റൊന്നും ചിന്തിക്കാൻ മാധവന് കഴിഞ്ഞില്ല. അവൻ അവളെയും ഭാര്യയെയും കൂട്ടി തൻ്റെ പഴയ ഓട്ടോയിൽ എറണാകുളത്തേക്ക് തിരിച്ചു. കൊടുങ്കാട്ടിന് നടുവിലൂടെയുള്ള യാത്ര. മഴ തിമിർത്ത് പെയ്യുന്നു. വൈപ്പർ പോലും ശരിക്ക് പ്രവർത്തിക്കുന്നില്ല. പെട്ടെന്ന് ഒരു വലിയ ശബ്ദത്തോടെ വണ്ടി നിന്നുപോയി. ചുറ്റും കൂരിരുട്ട്. ഫോണിൽ റേഞ്ചില്ല. അപ്പുറ സൈഡിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന കാടാണ്. മാധവേട്ട, മോളുടെ ശ്വാസം നിലയ്ക്കുന്നു. ഭാര്യയുടെ നെഞ്ചു പൊട്ടിയുള്ള നിലവിളി ആ കാടിനെ നടുക്കി. മാധവൻ പുറത്തിറങ്ങി. കൊടുംമഴയത്തെ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. നാട്ടിൽ അവൻ എന്നും കാലത്ത് പോയി വിളക്ക് വയ്ക്കുന്ന ഒരു ചെറിയ ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ട്. മാധവൻ ആ ദിക്കിലേക്ക് നോക്കി ഉറക്കെ പൊട്ടിക്കരഞ്ഞു. എൻ്റെ രാമസ്വാമിക്ക് കാവൽ നിന്നവനെ, എൻ്റെ കുഞ്ഞിനെ കാക്കാൻ ഈ ലോകത്ത് ആരുമില്ലേ സ്വാമി, എന്നെ തോൽപ്പിക്കരുതെന്ന് പറഞ്ഞ് അലമുറയിട്ട് കരഞ്ഞു. ആ നിലവിളി ആ കാട്ടിലെ മഴയിൽ അലിഞ്ഞ് ഇല്ലാതായി. എന്നാൽ അടുത്ത നിമിഷം സംഭവിച്ചത് മാധവന്റെ രക്തം മരവിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഇരുളിൽ നിന്ന് ഒരാൾ നടന്നു വരുന്നു. അസാമാന്യ ഉയരം, കാവി നിറത്തിലുള്ള ഒരു മുണ്ടു മാത്രം ധരിച്ച പാറ പോലെയുള്ള ശരീരമുള്ള ഒരു വൃദ്ധൻ. മാധവൻ പരിഭ്രമത്തിനിടയിൽ ആളെ ശരിക്ക് ശ്രദ്ധിച്ചില്ല. എന്താപ്പാ, വണ്ടി നിന്നോ? ആ ശബ്ദത്തിന് ഒരു സിംഹത്തിൻ്റെ ഗാംഭീര്യമുണ്ടായിരുന്നു. എന്നാൽ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനവും. മാധവൻ കരഞ്ഞുകൊണ്ട് കാര്യം പറഞ്ഞു. തൻ്റെ മകൾ വണ്ടിയിൽ മരിക്കാറായെന്ന് അവൻ വിതുമ്പി. ആ അപരിചിതൻ ഓട്ടോയുടെ പിന്നിലേക്ക് നടന്നു. നീ വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്തോ, ഞാൻ തള്ളിത്തരാം. കളിയിൽ പുതഞ്ഞ ആ ഓട്ടോ, അതും ഇത്രയും ഭാരമുള്ള വണ്ടി, ഒറ്റയ്ക്ക് ഒരാളുടെ കൈക്കര്യത്തിൽ എങ്ങനെ കൊടുങ്കയറ്റമേറുമെന്ന് മാധവൻ സംശയിച്ചു. പക്ഷേ ആ രാത്രി നടന്നത് മനുഷ്യന്റെ യുക്തിക്ക് നിരക്കാത്ത അത്ഭുതമായിരുന്നു. മാധവൻ വണ്ടിയിൽ കയറി ഇഗ്നിഷൻ തിരിച്ചു. പിന്നിൽ നിന്ന് ഒരു വലിയ കൊടുങ്കാറ്റിന്റെ ശക്തിയോടെ വണ്ടി മുന്നോട്ട് കുതിച്ചു. ഒറ്റത്തള്ളലിന് ചെളിയിൽ നിന്ന് ഓട്ടോ കുതിച്ചു കയറി സ്റ്റാർട്ടായി. മാധവൻ തിരിഞ്ഞു നോക്കി. ആ വ്യക്തി പിന്നിലെ സീറ്റിൽ കയറിയിരുന്ന് ശാന്തമായി പറഞ്ഞു, വിട്ടോ, രാമൻ തുണയുണ്ട്. യാത്രയിലുടനീളം വണ്ടിക്ക് എന്തോ ഒരു അസാമാന്യ വേഗതയുള്ള പോലെ മാധവന് തോന്നി. ടയറുകൾ നിലത്ത് മുട്ടുന്നില്ലേ, കുഴികൾ അറിയുന്നില്ല. അത്രയും വലിയ മഴയിലും പിന്നിലിരിക്കുന്ന ആളുടെ ശരീരത്തിൽ നിന്നും നല്ല ഒന്നാന്തരം തുളസിയുടെയും കർപ്പൂരത്തിൻ്റെയും ഗന്ധം വണ്ടിക്കുള്ളിൽ നിറഞ്ഞു. ആ ഗന്ധം ശ്വസിച്ചതും മാളുവിൻ്റെ ശ്വാസ ഉച്ഛ്വാസം നേരെയാകുന്നത് ഭാര്യ അത്ഭുതത്തോടെ നോക്കി. അവൾ പതിയെ കണ്ണുകൾ തുറന്നു. മാധവന്റെ നെഞ്ചിലെ ഭാരം എങ്ങോട്ടോ ഒഴിഞ്ഞുപോയിരുന്നു. പിന്നിലിരുന്ന ആളോട് എന്തു പറയണമെന്നറിയാതെ അവൻ വണ്ടി ഓടിച്ചു. പുലർച്ചെ 4 മണി. എറണാകുളത്തെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിന്റെ അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ വണ്ടി നിന്നു. ചേട്ടാ, ഞാൻ മോളെ ഒന്ന് കാണിച്ചിട്ട് വരാം. കാശിയെന്ന് പറഞ്ഞ് മാധവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വണ്ടിയുടെ പിന്നിൽ ആരുമില്ല. അവൻ ചുറ്റും നോക്കി. ആ വലിയ മനുഷ്യൻ എങ്ങോട്ടാണ് ഒറ്റ നിമിഷം കൊണ്ട് മറഞ്ഞതെന്ന് ഒരു പിടുത്തവും കിട്ടിയില്ല. സീറ്റിൽ ഒരു ചെറിയ കാവിത്തുണിയും ഒരു പിടി വാടാത്ത തുളസിയിലയും മാത്രം. മാധവൻ വേഗം മാളുവിനെ ഡോക്ടർമാരുടെ അടുത്തേക്ക് മാറ്റി. അവളുടെ ജീവന് കുഴപ്പമില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. എന്നാൽ അഡ്മിഷൻ കൗണ്ടറിൽ ചെന്നപ്പോൾ മാധവൻ വീണ്ടും തളർന്നു. അഡ്വാൻസ് അടയ്ക്കാൻ കയ്യിൽ പണമില്ല. റിസപ്ഷനിസ്റ്റ് അവനെ നോക്കി പറഞ്ഞു, മാധവനല്ലേ, മാളുവിൻ്റെ സർജറിക്കുള്ള മുഴുവൻ തുകയും 1 മണിക്കൂർ മുമ്പേ ഒരാൾ വന്ന് അടച്ചിട്ടുണ്ട്. ആരെ? മാധവൻ ഞെട്ടിത്തെരിച്ചു. വളരെ ഉയരമുള്ള ഒരാൾ. പേര് പറഞ്ഞില്ല. ഈ കവർ തന്നിട്ട് പോയി. മാധവൻ വിറയ്ക്കുന്ന കൈകളോടെ ആ കവർ വാങ്ങി തുറന്നു നോക്കി. അതിൽ കാശോ പേരോ ഉണ്ടായിരുന്നില്ല. മറിച്ച് കുങ്കുമം കൊണ്ടെഴുതിയ ഒറ്റ വരി മാത്രം, ശ്രീരാമജയം. മാധവൻ പുറത്തേക്ക് ഓടി. മഴ തോർന്നിരുന്നു. ഹോസ്പിറ്റലിൻ്റെ
മതിലിന് മുകളിൽ നിന്ന് വലിയൊരു ഹനുമാൻ കുരങ്ങ് അവനെ നോക്കി തലയാട്ടിയ ശേഷം അങ്ങ് ദൂരെയുള്ള മരച്ചില്ലകളിലേക്ക് മറഞ്ഞു. മാധവൻ ഹോസ്പിറ്റലിന്റെ മുറ്റത്ത് മുട്ടുകുത്തി ആകാശത്തേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞു. അപ്പോഴേക്കും എറണാകുളം നഗരത്തിൽ എവിടെയോ ഒരു ക്ഷേത്രത്തിൽ നിന്നും സുപ്രഭാതം മുഴങ്ങുന്നുണ്ടായിരുന്നു. സാക്ഷാൽ ഹനുമാൻ സ്വാമി തന്നെ തൻ്റെ പ്രിയഭക്തനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വീഡിയോ ഷെയർ ചെയ്യണേ. അതുപോലെ ഇങ്ങനെയുള്ള വീഡിയോകൾ ലഭിക്കാനായി നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.